തിരിച്ചറിയുന്ന അല്ലെ അല്ലെ അതെ 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 പറഞ്ഞ് സംസാരിക്കാത്ത പോയി. അപ്പോ ചരിത്രത്തിലൂടെ ഞാൻ തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. കുറച്ച് നേരമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അഡിയോസ് അമിഗോയുടെ ടീം ഇതാ ഇവിടെ എത്തും എന്നുള്ളത്. അങ്ങനെ ടീം ഇവിടെ എത്തിക്കഴിഞ്ഞു. ആസിഫിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കുറെ ആൾക്കാരുടെ മെസ്സേജുകൾ, സുരാജേട്ടൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ള കുറെ ആൾക്കാരുടെ മെസ്സേജുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാം. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ആസിഫ്, വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച് സുരാജേട്ടാ, വെൽക്കം ബാക്ക്. അതുപോലെ നാസറിന്റെ ഫസ്റ്റ് മൂവി, ഓൾ ദി ബെസ്റ്റ്. പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറയട്ടെ, പിന്നെ ഇത് എല്ലാ പടവുമായിട്ട് ഇവിടെ എന്തായാലും കൊണ്ടുവരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആശയ്ക്ക് വെൽക്കം ബാക്ക്. ആൻഡ് കെട്ടിയോള് കണ്ട സമയം തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അജി വെൽക്കം ബാക്ക് കേട്ടോ. സോ റൈറ്റ് ഹിയർ ഓൺ ലൈഫ് വിത്ത് യു ഇസ് മിഥുൻ ആൻഡ് ദ ഹോൾ ടീം ഓഫ് അഡിയോസ് അമീഗോ. നിങ്ങൾക്ക് നമ്മളെ ലൈവായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലൂടെയും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓൾറെഡി അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. നമ്മുടെ ക്യാമറകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കുള്ള ക്യാമറ ഇതാ. കൃത്യമായിട്ട് നിങ്ങളെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആസിഫിന്റെ അടുത്ത് ചോദിക്കട്ടെ. ആസിഫ്, ഇന്നൊരു പടം റിലീസാണ്. ആ പടത്തിലെ പാട്ടുകളാണ് ഞാനിപ്പം പ്ലേ ചെയ്തത്. ലെവൽ ക്രോസ്. നാട്ടിൽ നല്ല അഭിപ്രായം. ഇപ്പൊ റിവ്യൂസ് എല്ലാം വന്നു തുടങ്ങി. ഭയങ്കര നല്ല അഭിപ്രായം കേട്ടു. ആദ്യമേ അതിന് കൺഗ്രാലേഷൻസ്. അതിന്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വരുന്നു, നാട്ടിലിറങ്ങിയ ഒരു സിനിമയ്ക്കും വലിയൊരു അഭിപ്രായം വരുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? പക്ഷെ അഡിയോസിലെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാല് ആസിഫിന്റെ കണ്ടെഴുതിയത് പോലത്തെ ഒരു തോന്നൽ എവിടെയൊക്കെയോ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അജി എനിക്ക് കെട്ടിയോളിൽ കണ്ടിട്ടുണ്ടോ ഈ രീതിയിലാണ് ഏതില്ലാതെ കണ്ടിട്ടുണ്ടോ? ശരിക്കും എന്നെ നീ വിഗില്ലാതെ കണ്ടിട്ടുണ്ടോ? വിഗില്ലാണ്ടോ? പിന്നെ ഈ സിനിമയിലാണ് ആദ്യമായിട്ട് വിഗ് കഴിക്കുന്നത്. അത് നന്നായി. ഏതാണ്ട് സെവൻസിൽ ഒരു മാസം ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്നു. അന്നോട്ട് ആ വിഗ് ഞാൻ കാണുന്നുണ്ട്. ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, വിഗ് ഒന്നുമല്ല. സുരാജേട്ടാ ഇത് പറഞ്ഞു വെച്ചിട്ട് പോകും ആൾക്കാർ. അവസാനം ആസിഫിന്റെ വിഗ് എന്ന് സുരാജ് ഇതൊരു സുരാജേട്ടാ വെൽക്കം ബാക്ക്. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഇന്നലെ കണ്ടു തീർത്തതാണ് നാഗേന്ദ്രൻ സണിമോൻസ്. സുരാജിന്റെ ആ വെബ് സീരീസ് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഒരു പടവും അഡിയോസും ഇതും കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴും തിരിച്ചു പോയി ചെന്ന് യൂട്യൂബിൽ കാണുന്ന ഒരു സാധനമുണ്ട്, ദശമൂലം താമൂന്. നമ്മൾ എല്ലാ ദിവസവും മിക്കവാറും നമ്മുടെ ഒരാളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നേരെ അത് പോയി കണ്ടാൽ നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ ഇപ്പോഴും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ വരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആ കസേരയിൽ നിന്ന് വീഴുന്ന ഒരു ഷോട്ട് ഇതിനകത്ത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദാമുനെയും അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഓർമ്മ വന്നു. ആ പേടിച്ചിട്ട് ഒറ്റയടിക്ക് വീഴുന്ന സാധനമൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. അത് നമുക്കിതിൽ ഞാൻ നാഗേന്ദ്രൻസിൽ കണ്ടപ്പോഴും ഒരു കാര്യമില്ലാണ്ട് നടന്നു പോകുന്ന സമയത്തെ ഒരാളെ കണ്ടിട്ട് വാലേക്കസ്സലാം പോയതൊക്കെ കാണുമ്പോഴാണ്. സുരാട്ടൻ ശരിക്കും പറഞ്ഞാൽ സുരാട്ടനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം സുരാട്ടനെ എപ്പോഴും ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടുള്ള അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഹ്യൂമർ കാണണം എന്ന് ആഗ്രഹമുള്ളത് തിരിച്ചു കിട്ടുന്നത് ഈ സിനിമകളിലൂടെയാണെന്ന് തോന്നുന്നു. അഡിയോസിലെ ക്യാരക്ടർ അങ്ങനെയാണോ? അഡിയോസിലെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. അതായത് ഒരു ഇടുക്കിക്കാരനാണ്, വളരെ നിഷ്കളങ്കനാണ്. എന്നിട്ടാണ് തിരുവനന്തപുരത്തോട്ട് പോണത്. അത് ഫുള്ള് റിവീൽ ചെയ്യണ്ട, പറഞ്ഞാൽ മതി. അതെ. പിന്നെ ഇതുവരെ അതായത് ഇതില് രണ്ട് ക്യാരക്ടർ വേണ്ടതും ആസിഫിന്റെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പല മുഹൂർത്തങ്ങളിലും കണ്ടുമുട്ടിയിട്ടുള്ള നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ് ഈ രണ്ടുപേരും. അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ സബ്ജക്റ്റാണ്. ഈ ഒരു വിഷയം തന്നെ ഗ്ലോബൽ സബ്ജക്റ്റാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന നല്ല ചിരിയും 2.5 മണിക്കൂർ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ നിന്ന് പോവാം. ഒരു യാത്രയാണ് തോന്നുന്നുണ്ട് ആസിഫിന്റെ ക്യാരക്ടർ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ ഒരു ഗെറ്റ് ടുഗെദർ നമ്മുടെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഒരു ഹോട്ടലിൻ്റെ ഒരു ലോബിയിൽ ഒരു ഗെറ്റ് ടുഗെദർ. അപ്പോൾ എല്ലാവരും വന്ന് വളരെ ഡീസൻ്റ് ആയിട്ട് മറ്റേ യൂറോപ്യൻ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്നത് പോലെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഇത് ചെയ്യുന്നു. ആ സ്ഥലത്തേക്ക് ആസിഫ് കയറി വരികയാണ്. ആസിഫ് കയറി വന്നപ്പോൾ നമ്മൾ അത്രയും നേരം എല്ലാവരും മറ്റേ ഫാമിലി ഉണ്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് വന്ന് കയറി. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊക്കെ ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ യോട്ടിൽ ഇടിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആസിഫ് എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഈ മറ്റേ നമ്മളെ ഒരു ഇത് പറയില്ല, അതൊരു പാർട്ടിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ആളാണ്. അത് എത്രയോ വർഷമായിട്ടുള്ള പരിചയം കൊണ്ട് പറയുകയാണ്. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ സാധാരണ ആ സ്ഥലത്തിന് ഫുള്ളായിട്ട് ലൈറ്റപ്പ് ചെയ്യിക്കുന്ന ഒരാളാണ്. ആ ക്യാരക്ടർ അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് അഡിയോസിൽ. കാരണം എന്ന് വെച്ചാൽ വേറെ ഒരു ഇതൊന്നുമില്ല, ഹാങ്ങപ്പുകളൊന്നുമില്ല. എല്ലാവരോടും ബോസേ
എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഞാൻ ഇതിന്റെ ഓരോ ഷോട്ടിന് ഇറങ്ങുമ്പോഴും എന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്റെ മാലാക എന്ന് പറഞ്ഞത്. അജീബ് പീറ്റർ തങ്കം. അജീബ് പീറ്റർ തങ്കമാണ് എന്റെ മാലാക. കെട്ടിയുള്ള മാലാഖയ്ക്ക് ശേഷം തങ്കത്തിന്റെ കൂടെ ചെയ്യുന്നത്. അപ്പൊ തങ്കത്തിന് എന്നെ അറിയാം, ഞാൻ എന്റെ റിയൽ ലൈഫ് അറിയാം, എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പരിധി വരെ തങ്കത്തിന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ സിനിമയ്ക്ക് പെർട്ടിക്കുലർ ഈ ഷൂട്ടിന് നമ്മൾ ഇറങ്ങുന്ന ഓരോ ഷോട്ടിനും മുന്നേ തങ്ക ഓപ്പൺ ആവും മച്ചാനെ, ഓപ്പൺ ആവും മച്ചാൻ, ഡൗൺ ആവല്ലേ, ഓപ്പൺ ആവാൻ വേണ്ടി ഇച്ചിരി വയറും തന്നല്ലോ. തങ്കത്തിന്റെ കൂടെ ഇനി സിനിമ ചെയ്യുന്ന ഇനി ഞാൻ എക്സൈറ്റഡ് ആണ്. കാര്യം എന്റെ അടുത്ത് വയറ് വേണം എന്ന് പറയുന്ന ഒരേ ഒരു തിരക്കഥാകൃത്ത് തങ്കമാണ്. കുറച്ച് കൊടവയറ് വേണം മച്ചാനെ. അവിടുന്ന് ഡയറക്റ്റ് സെഗ്വേ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ആസിഫിന്റെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലൈഫിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് വന്നത് കിട്ടിയോളാണ് എൻ്റെ മാലാഖയാണ്. നമുക്ക് ആസിഫിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആസിഫിന് കിട്ടേണ്ട ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ആസിഫ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണും. പക്ഷേ നിങ്ങളതിനകത്ത് അവസാനത്തെ സീക്വൻസ് കൊണ്ടാണെങ്കിലും സ്ലീവാച്ചിൻ്റെ ഓരോ മാനറിസത്തിലാണെങ്കിലും വളരെ അത് എനിക്ക് തോന്നുന്നു ആ ഇടുക്കിക്കാരനുള്ളിൽ കിടപ്പുണ്ടെന്നുള്ളത് കൊണ്ട് അതും കൂടി എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അജിയുടെ അടുത്ത് ചോദിക്കട്ടെ, അജി അത് കണ്ട് തന്നെയാണ് ഇപ്പം ആസിഫ് പറഞ്ഞ പോലെ അങ്ങനെ ആസിഫിനെ കണ്ട് തന്നെ എഴുതിയതാണോ ഈ ക്യാരക്ടർ? ഒരിക്കലുമല്ല. പക്ഷേ കെട്ടുകളുടെ മാലാഖ ഏറ്റവും ആപ്റ്റായ ഒരു ആക്ടർ മലയാളത്തില് ആസിഫാണ്. 100%. നമുക്കത് കണ്ടു നമുക്ക് എല്ലാവർക്കും അറിയാം. അടിയോസമികയിലും മലയാളത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റിയ ഒരാളും ആസിഫ് തന്നെയാണ്. അതെ അതെ. എന്റെ തങ്കത്തിനൊരു ഓക്കെയാണ്. എന്റെ സംതൃപ്തിയുടെ കാര്യം പറഞ്ഞു, എന്റെ തൃപ്തി, നമുക്കൊരു തൃപ്തി തോന്നുമല്ലോ. അതെ തീർച്ചയായും. അതെ അല്ല അത് നമുക്കിപ്പം ട്രെയിലേഴ്സ് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്. ആദ്യം നാസ് പറയട്ടെ, നാസിന്റെ ഫസ്റ്റ് വർക്കാണ്. നാസ് പിന്നെ ആഷിഖാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ആഷിഖിനും നഹാസിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നന്നായിട്ട് അറിയാം. കാരണം ആഷിഖിന്റെ ഇതിനു മുമ്പുള്ള പല പടങ്ങളിലെയും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് നഹാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വളരെ വ്യക്തമാണ്. അല്ലെ, ഉണ്ട ഉൾപ്പെടെയുള്ള ഒരുപാട് പടങ്ങളിൽ അസിസ്റ്റന്റ് ആയിരുന്നില്ലേ? അല്ലേ, ഉണ്ട ഉൾപ്പെടെ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എല്ലാത്തിലും അല്ലെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ചോദിക്കട്ടെ, അതായത് ഒന്ന് ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്, അത് വെച്ച് ജഡ്ജ് ചെയ്യല്ല. പക്ഷെ എന്നാലും പടം ഇങ്ങനെ ഒരു അഡിയോസ് അമീഗോ ആയിരിക്കണം എൻ്റെ ഫസ്റ്റ് പടം എന്ന് ചിന്തിച്ചതിന്റെ കാരണം എന്താണ്? ഫസ്റ്റ് പടം അഡിയോസ് അമീഗോയിലേക്ക് എത്തിയത് ഈ പറഞ്ഞ പോലെ തങ്കഞ്ചേട്ടന്റെ സ്ക്രിപ്റ്റ്, തങ്കഞ്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് തന്നെ ഞാൻ വായിച്ചു നോക്കി. തങ്കഞ്ചേട്ടൻ നാരേറ്റ് ചെയ്തു. സ്ക്രിപ്റ്റ് വായിച്ചതിലും തങ്കഞ്ചേട്ടൻ നാരേറ്റ് ചെയ്തപ്പോൾ ഫുൾ പടം നമുക്ക് കാണാൻ പറ്റും. ആള് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതൊരു ഞാൻ വർക്ക് ചെയ്ത പടങ്ങളൊന്നും പോലത്തെ ഒരു ടൈപ്പ് ഓഫ് പടമല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അറിയാത്തൊരു പരിപാടിയായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ അറിയാത്തൊരു പരിപാടി ചെയ്യുമ്പോഴാണല്ലോ ഒരു ഹാപ്പിനെസ് കിട്ടുക. ആണ് അങ്ങനെ. ഓ അത് ശരി. ആ ഒരു ചലഞ്ച് പിടിച്ച നാസിഫ് ശരിക്കും ഇവന്റെ നഹാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നഹാസ് ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം നല്ല പണിക്കാരൻ ആവശ്യമുള്ള പടങ്ങളായിരുന്നു. അതിപ്പോ തല്ലുമാല ആയിക്കോട്ടെ, ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഈ ഒരു വലിയ പ്രശ്നം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ആ ലൊക്കേഷനിൽ നഹാസിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു പടമായിരുന്നു അഡിയോസ് അമീഗോ. നമ്മൾ ഷൂട്ട് ചെയ്തത് മുഴുവൻ ഇതിന്റെ ഒരു 80% ഈ സിനിമ എക്സ്റ്റീരിയറായിരുന്നു ഇതിന്റെ ഷൂട്ട്. അതും ട്രാവലായിരുന്നു. ഒരുപാട് ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, റോഡില് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് മതി, എനിക്കാരും സഹായം വേണ്ട എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നഹാസ് പണിക്കിറങ്ങിയത്. മാത്രമല്ല നഹാസ് സ്ക്രിപ്റ്റ് പറയാൻ വന്നപ്പോ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ചില കാമുകന്മാര് പ്രണയം കണ്ടിട്ട് നമ്മൾ തന്നെ വിളിച്ച് കെട്ടിച്ചു കൊടുക്കും. അത് നല്ല പ്രണയം, അത്രയും ഈ സ്ക്രിപ്റ്റിനെ പ്രണയിച്ച ഒരാളാണ്. അത് ശരി. അതെ അതെ അതെ. ആ പ്രണയത്തിനെ പറ്റി പറയാനായിട്ട് പ്രൊഡ്യൂസറിന്റെ അടുത്തോട്ടും കൂടി നമ്മുടെ മൈക്കൊന്ന് അടുത്തോട്ട് വയ്ക്കൂ ആഷിഖ്. അപ്പോൾ എന്തായിരുന്നാലും ഒന്ന് അടുത്തൊരു ഡെബ്യൂ ഡയറക്ടറിനെ കൊണ്ടുവരുന്നു. വീണ്ടും ഇപ്പം ഈ പറയുന്നത് പോലെ ടീം എന്ന് പറയുന്നത് എല്ലാം വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. എങ്ങനെയായിരുന്നു പടത്തിന്റെ പ്രൊഡക്ഷൻ എല്ലാം? പറഞ്ഞ ടൈമിൽ കറക്റ്റായിട്ട് നടത്താൻ പറ്റി? എന്താണ് പ്രതീക്ഷകൾ പറയും? ഇല്ല, പ്രൊഡക്ഷൻ ഇത് ഈ പറഞ്ഞ ഒരു 80% ഈ സിനിമ ട്രാവൽ ആയിരുന്നു. അതെ അതെ. നമ്മുടെ വൈറ്റ്ല ഹബ്ബ് അല്ലെങ്കിൽ ഇത്രയും ജൂനിയേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സ്വന്തമായിട്ട് വാങ്ങിച്ചോ? വാങ്ങിക്കാന്ന് വിചാരിച്ച വൈറ്റിലെ ബസ് സ്റ്റാൻഡിന് വില പറഞ്ഞു. അല്ല, അതും കൂടെ എടുത്തേക്കാൻ ചേട്ടാ, കാരണം നമുക്ക് ഇനി വേറെ ബസ് വാടകയ്ക്കാലും നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് വാങ്ങാം. അങ്ങനെയാണല്ലോ. കാരണം മറ്റേ തലശ്ശേരിയിൽ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഏറ്റെടുത്ത് അറിഞ്ഞൂടെ? ഇപ്പൊ അവിടെ ഗ്രാഫിറ്റി ഷൂട്ട് നടക്കുക. സ്ട്രീറ്റിന്റെ പേര് ഇപ്പൊ തല്ലുമല സ്ട്രീറ്റ്. അതെ ഞാൻ പറഞ്ഞേ, ഒരു പ്രൊഡ്യൂസർ ആണല്ലോ, അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ആണല്ലോ താങ്കൾ. അതാണ് ചോദിച്ചത്.
അപ്പോൾ ഞാൻ സുരാട്ടിലോട്ട് വരാം. സുരാട്ട ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞു. സുരാട്ട് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ്. ആസിഫിന്റെ കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ചപ്പോഴും ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്രയും ലെങ്ത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ ഇതിനു മുമ്പുണ്ടോ? ഇല്ല, ആസിഫ് ഞാനുമായിട്ട് അങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന വളരെ ചുരുക്കം ഒരു പടത്തിലുണ്ട്. പക്ഷെ എന്നാലും ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്ന ആളാണ്. ഞാനും പുള്ളിയായിട്ട് അങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന അതാണ് ഞാൻ ചോദിച്ചത്. അതാ പക്ഷെ നിങ്ങളുടെ കെമിസ്ട്രി ഭയങ്കര എവിഡന്റ് ആണ് ഇതിനകത്ത്. ഒന്ന് നമ്മൾ രണ്ടുമായിട്ട് നേരത്തെ തന്നെ പരിചയമുണ്ട്. നമുക്ക് രണ്ടുപേരുടെ സ്വഭാവത്തിലും എല്ലാം. കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ നമ്മുടെ കെട്ടിയുള്ളാണ് എൻ്റെ മാലാക, അത് കണ്ടതിന് ശേഷം ഞാൻ അയ്യോ ഇയാൾക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു നടനാണല്ലോ. എന്ത് കാര്യം ആ സബ്ജക്റ്റ് പെട്ടെന്ന് ഒരാളുടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംശയമാണ്. അത് ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് അടിപൊളി, എനിക്ക് ആ ടീമുമായിട്ട് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം യുവ താരങ്ങളിൽ ശ്രദ്ധേയനായ ആസിഫ് അലി ഒഴികെ ബാക്കി എല്ലാ താരങ്ങളുമായിട്ടും ഞങ്ങള് 2 കരക്കാരായിട്ട് നിന്ന് ആഘോഷ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 2 കരക്കാർ ഒരുമിച്ച് നടത്തുന്ന അതും ആലോചിച്ച് നോക്കുക. എന്നിട്ട് സുരാട്ടിനെ ഇടുക്കിക്കാരനും അതെ. അല്ല, ഇത് ഈ സിനിമയുടെ ക്യാരക്ടേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ട്രെയിലറിന് റിവീൽ ആയതിന്റെ അകത്ത് തന്നെ മനസ്സിലായി കാണും. ഞങ്ങൾ രണ്ടുപേർക്കും സ്വിച്ച് ചെയ്താണ് ക്യാരക്ടേഴ്സ്. സുരാജേട്ടൻ എന്റെ ക്യാരക്ടർ ശരിക്കും സുരാജേട്ടൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചേട്ടന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് കുറെ കൂടെ ആപ്റ്റ് ചെയ്തായിരിക്കും. പക്ഷെ ഈ തങ്കവും നഹാസും കൂടെ എടുത്തൊരു തീരുമാനം ഇത് സ്വിച്ച് ചെയ്യാന്നുള്ളതായിരുന്നു. ഇവരെ രണ്ടുപേരെയും അപ്പുറത്തെ 2 അറ്റത്ത് കൊണ്ടിടാം. ഇതിനകത്ത് ബാക്കി ഇപ്പൊ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ആൾക്കാരുടെയും കാര്യം നോക്കുമ്പോൾ കേട്ടോ, ഏതാണ്ട് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ ഒരുപാട് നടന്മാർ ഒന്നിച്ചു വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. ഷൈനുണ്ട്, ഇപ്പൊ ഗണപതിയുടെ ക്യാരക്ടർ കണ്ടു, അങ്ങനെ ഒരുപാട് പേരുടെ കണ്ടു. വിനീത് തട്ടില്, അതെ, എല്ലാവരും. എനിക്ക് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന പെർഫോമൻസസിൽ ഒന്ന് വിനീത് തട്ടിലായിരിക്കും. അത് ഈ ട്രെയിലറിൽ തന്നെ ഇയാൾ പറയണ്ട 2 സൈസ് പൈസക്കാരുണ്ട്, അതിൽ ഏതാ നിങ്ങൾ ചോദിക്കുന്നത്? അതും ഒക്കെ അദ്ദേഹത്തിന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതിൽ മൂപ്പര് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. ചോദിക്കട്ടെ, ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാസ്റ്റിംഗിന്റെ സാധനം വന്നപ്പോ ഞാൻ കേട്ടിരുന്നു, ആദ്യം ശരിക്കും പറഞ്ഞ ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്ന കാസ്റ്റിംഗിൽ തന്നെയാണോ എത്തി നിൽക്കുന്നത്? അതോ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫുൾ കാസ്റ്റിംഗ് ആണോ? അല്ല, അത് ഉറപ്പായിട്ടും നമ്മളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് എടുത്തൊരു തീരുമാനമാണ്. ഇപ്പൊ വിനീത് തട്ടിലിനെ സജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് നമ്മൾ ആക്ച്വലി വേറൊരാളാണ് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ വിനീത് തട്ടിൽ അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത തീരുമാനമാണ്. എല്ലാ കാസ്റ്റിംഗും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. ഇതിനകത്ത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഒരു നായികയുടെ പ്രസൻസ് എവിടെയും കണ്ടില്ല. അതായത് പിന്നെ ട്രെയിലറിൽ പോലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ക്യാരക്ടർ കണ്ടില്ല. എന്താണത്? ഇതൊരു ടോട്ടൽ അങ്ങനത്തെ ഒരു മെയിൽ പടമാണോ? അത് മെയിൽ പടം അല്ല, അത് നമ്മൾ ആക്ച്വലി പടം കാണുമ്പോൾ അത് റിവീൽ ചെയ്യാറായിട്ടില്ല. അതാണ് തൽക്കാലത്തേക്ക് നിങ്ങൾ പിടി. ഒരുപാട് പേരുണ്ട്, ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഇതൊന്നും അങ്ങോട്ട് നമ്മൾ പൊളിക്കുന്നില്ല. ഓഗസ്റ്റ് 2 തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങൾ ചെന്ന് ഇത് കാണുക. അഡിയോസ് അമീഗോ. അപ്പൊ നമുക്ക് ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം ഒരു മെസ്റ്റ് വൈ ശ്രീകാന്ത് നായർ പറയും, കെട്ടിയോളാറിന്റെ മാലാക ഞാൻ 10 തവണ കണ്ടിട്ടുണ്ട് മിനിമം. ഞാനും ഇടുക്കിക്കാരനാണ്. ആസിഫ് ഭായ് ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊളി വൈബാണ് അഡിയോസ് അമീഗോടത്. ആസിഫിക്ക, ആസിഫ് ഏട്ട, എല്ലാവർക്കും സുരായേട്ടാ വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ എല്ലാവരുടെയും നാഗരാജൻ പറഞ്ഞിരിക്കുന്നു. കുറെ മെസ്സേജുകൾ വന്നിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും നമുക്കൊരു ചെറിയ ഒരു പാട്ടും കണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി ഓണർ എടുക്കാം. ഓക്കെ, Golden hit of the hour with